നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട്ടില് നിനക്ക് കുറെ കാലം ഒരു പരിഗണനയില്ലായിരുന്നല്ലോ. അതിനുള്ളൊരു പിഴ പോലെയാവും ജോൾസിന് ഇത് നിർദ്ദേശിച്ചത്. ഭർത്താവ് ദാസനായിട്ടൊന്ന് നിൽക്കട്ടെടി പെണ്ണെ. ഇരിക്കെ. അമ്മേ, ശ്യാമയ്ക്കാകെ ചമ്മല. എന്ത് ചമ്മല്? ഒക്കെ അഭിനയോ? അഭിനയമായാലും യാഥാർത്ഥ്യമായാലും തീരുമാനിച്ചതൊക്കെ നമ്മൾ നടത്തുക തന്നെ ചെയ്യും. അല്ല, അപ്പച്ചി എന്തോന്നും മിണ്ടാത്തെ? ഐശ്വര്യമോള് പറയുന്നത് നേര് തന്നെ. അല്ല, വസുന്ധര പറഞ്ഞതിലും കാര്യമുണ്ട്. അല്ല, എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ ഇത് ചടങ്ങല്ലേടാ. ഇത് ചടങ്ങായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അഖിലിന്റെയും ശ്യാമയുടെയും മട്ടും മാതിരിയും കണ്ട പരസ്പരം കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നും. ഓരോ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചേക്കോ. ആണ് പെണ്ണിനെ ഉപചരിക്കുന്ന പോലും. അഖിൽ സാർ, ഐശ്വര്യടുത്ത് പറഞ്ഞാ നേരാ. നമുക്കിത് വേണ്ട. നമുക്ക് തിരുമൽപ്പാട് തിരുമേനിയോട് പറയാം. ശ്യാമ അവിടെ ഇരിക്കെ. വല്ലവരും പറയുന്ന കേട്ട് അതിനനുസരിച്ച് നിന്നാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനപ്പോ വല്ലവരുമാണെന്നാണോ? ആ നിലയ്ക്ക് എത്തിച്ചത് ഐശ്വര്യടുത്ത് തന്നെയാ. സത്യത്തി ഞാനും അല്പം ചമ്മലോടെ തന്നെയാ ഇവിടേക്ക് വന്നത്. പക്ഷെ ഐശ്വര്യടുത്ത് പറയുന്നത് കേട്ടപ്പോ എന്റെ ചമ്മലൊക്കെ അങ്ങ് പോയി. ഇതെന്റെ ഭാര്യ, ഒരു അന്യ സ്ത്രീയോടൊന്നുമല്ല ഞാൻ ഇടപെടുന്നത്. ഈടത്തേക്ക് ഇതൊന്നും പിടിക്കാത്തതേ എന്തുകൊണ്ടാണെന്നറിയോ? ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടാ. ബന്ധങ്ങൾക്കൊന്നും വില കൊടുക്കാത്തോണ്ടാ. അഖി, വേണ്ട, മതി, സമയായി. അഖി, ഇനി തർക്കവും വഴക്കൊന്നും വേണ്ട. അമൃതേ, വിളക്കെടുത്തോണ്ട് വാ. വാ, അവിടെ വെച്ചോ. കൊടുക്ക്. കുടിച്ചു. തൊട്ട് കൊടുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.